സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതൻ മസേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതൻ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. നമുക്കിനി ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 7:24, 8:1-2 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 7 വേർഡ്സ് 24 ആൻഡ് ചാപ്റ്റർ 8 വേർഡ്സ് 1 and 2. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. And the waters prevailed upon the earth 150 days. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. And God remembered Noah and every living thing and all the cattle that was with him in the ark. And God made a wind to pass over the earth, and the waters assuaged. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. The fountains also of the deep and the windows of heaven were stopped, and rain from heaven was restrained. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ ബൈബിൾ സേസ് യു ആർ ചീറ്റിംഗ് ഓൺ ഗോഡ് ഇഫ് ഓൾ യു വാണ്ട് ഈസ് യുവർ ഓൺ വേ. ഫ്ലർട്ടിംഗ് വിത്ത് ദ വേൾഡ് every chance you get, you end up in enemies of God and His way. Imagine if you were asked by your country to be an ambassador to an enemy nation. You would probably have to learn a new language and adapt to some customs and cultural differences in order to be polite and to accomplish your mission. As an ambassador, you would not be able to isolate yourself from the enemy. To fulfill your mission, you would have to have contact and relate to them. But suppose you became so comfortable with this foreign country that you fell in love with it, preferring it to your homeland. Your loyalty and commitment would change. Your role as an ambassador would be compromised. Instead of representing your home country, you would start acting like the enemy. You had be a traitor. The Bible says we are Christ's ambassador. Sadly, many Christians have betrayed their king and his kingdom.
They had foolishly concluded that because they live on earth, it's their home. Third sessionലേക്ക് പോകാം. Third session, Proverbs chapter 7 verse 9, 10 and 11. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 7-ാം അധ്യായം 9, 10, 11. അവളുടെ വീട്ടിൻ്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു, അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്ന് ചെല്ലുന്നു. ഇൻ ദ ട്വിലൈറ്റ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ബ്ലാക്ക് ആൻഡ് ഡാർക്ക് നൈറ്റ്. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റ് വരുന്നു. ആൻഡ് ബിഹോൾഡ് ദെയർ മെറ്റ് ഹിം എ വുമൻ വിത്ത് ദ അറ്റയർ ഓഫ് ആൻ ഹാർലെറ്റ് ആൻഡ് സബ്റ്റിൽ ഓഫ് ഹാർട്ട്. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തിയും ആവുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ഷീ ഈസ് ലൗഡ് ആൻഡ് സ്റ്റബേൺ, ഹെർ ഫീറ്റ് abide not in her house. Fourth session for children. ശമൂവേൽ വൃദ്ധനായപ്പോൾ അവൻ തൻ്റെ മക്കളെ ഇസ്രായേലിൻ്റെ നേതാക്കന്മാരാക്കി. എന്നാൽ അവർ അവരുടെ അപ്പൻ്റെ വഴികളിൽ നടന്നില്ല. പണമുണ്ടാക്കുന്നതിൽ മാത്രമായിരുന്നു അവരുടെ താല്പര്യം. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളെല്ലാം കൂടി രാമായിൽ ശമൂവേലിനെ കാണാൻ ചെന്നു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, കണ്ടോ, താങ്കൾ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. താങ്കളുടെ മക്കൾ താങ്കളുടെ വഴി അനുസരിക്കുന്നതുമില്ല. ദയവായി ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജാവിനെ നിയമിച്ച് തന്നാലും. മറ്റുള്ളവർക്കെല്ലാം അവരവരുടെ രാജാവുണ്ടല്ലോ. അവർ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് ശമൂവേലിന് ദുഃഖമുണ്ടായി. ശമൂവേൽ അക്കാര്യം ദൈവത്തോട് പറഞ്ഞു. ദൈവം അപ്പോൾ, അവർ നിന്നോട് പറയുന്നതെല്ലാം കേൾക്കുക. നിന്നെയല്ല, അവർ എന്നെയാണ് രാജാവായി വേണ്ട എന്ന് പറയുന്നത്. ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു, എങ്കിലും അവർ എന്നിൽ നിന്നും മാറിപ്പോയി, മറ്റ് ദൈവങ്ങളെ ആരാധിച്ചു. അവർ എപ്പോഴും എന്നോട് പെരുമാറി വന്നതുപോലെ ഞാനിപ്പോൾ നിന്നോട് പെരുമാറുന്നത്. അവർ പറയുന്നത് കേട്ടുകൊള്ളുക, എങ്കിലും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അവരുടെ രാജാക്കന്മാർ അവരോട് എങ്ങനെ പെരുമാറുമെന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞു. ദൈവം അയാളോട് പറഞ്ഞതെല്ലാം ശമൂവേൽ ജനങ്ങളോടും വിശദമായി പറഞ്ഞു. നിങ്ങളുടെ രാജാവ് നിങ്ങളോട് ഇതുപോലെ ആയിരിക്കും പെരുമാറുക, അദ്ദേഹം വിശദീകരിച്ചു. അവർ നിങ്ങളുടെ ആൺമക്കളെയൊക്കെ സൈനികരാക്കും. അവരെ തൻ്റെ രഥത്തിൻ്റെ തേരാളികളും കുതിരയുടെ സൂക്ഷിപ്പുകാരും ആക്കും. അവർ ചിലരെ 1000 പേരുടെ ചുമതലക്കാരായും ചിലരെ 50 പേരുടെ ചുമതലക്കാരായും മാറ്റും. നിങ്ങളുടെ ആൺമക്കൾ അവൻ്റെ വയലുകൾ ഉഴുകയും കൊയ്യുകയും ചെയ്യും. അവൻ്റെ ആയുധങ്ങൾ അവർ ഉണ്ടാക്കേണ്ടി വരും. അവൻ്റെ രഥത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവർ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങളുടെ പെൺമക്കൾ അവന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അവർ അവൻ്റെ പാചകക്കാരെ പണിയെടുക്കേണ്ടി വരും. നിങ്ങളുടെ നല്ല വയലുകളും മുന്തിരിത്തോട്ടങ്ങളുമെല്ലാം അവൻ്റെ വേലക്കാർക്ക് വേണ്ടി കവർന്നെടുക്കും. തൻ്റെ വേലക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കുമെല്ലാം നൽകുന്നതിന് നിങ്ങളുടെ കൃഷിയുടെ വിളവിൻ്റെ 10-1 ഭാഗം അവൻ എടുക്കും. നിങ്ങളും അവൻ്റെ അടിമകളായിത്തീരും. നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത രാജാവിനെ കുറിച്ച് നിങ്ങൾ പരാതിപ്പെടും. അപ്പോൾ യഹോവ കേൾക്കുകയില്ല. ശമൂവേൽ പറഞ്ഞൊന്നും ജനങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. അവർ പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾക്ക് രാജാവിനെ തന്നേ മതിയാകൂ. മറ്റു ദേശക്കാരെ പോലെ തന്നെ ഞങ്ങൾക്കും ആകണം. ഞങ്ങളെ ഭരിപ്പാനും യുദ്ധത്തിൽ നേതാവായിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സ്വന്തം രാജാവ് വേണം. അവർ പറഞ്ഞതെല്ലാം ശമൂവേൽ ശ്രദ്ധിച്ച് കേട്ടിട്ട് യഹോവയോട് അതെല്ലാം അറിയിച്ചു. യഹോവ ശമൂവേലിനോട്, അവർ ആവശ്യപ്പെട്ടതുപോലെ ചെയ്യുക, അവർക്കൊരു രാജാവിനെ കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ജനങ്ങളെല്ലാം വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ അപ്പോൾ ശമൂവേൽ കൽപ്പന കൊടുത്തു. ഇസ്രായേല്യർക്ക് ആദ്യത്തെ രാജാവിനെ ലഭിക്കുന്നു. 1 ശമൂവേൽ 10:7-25 വരെ. ഇസ്രായേൽ ജനമെല്ലാം ഒരു ഉത്സവത്തിനായി മിസ്പയിൽ കൂടി വരുവാൻ ശമൂവേൽ കൽപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഈജിപ്തുകാരിൽ നിന്നും നിങ്ങളെ എതിർത്ത് എല്ലാവരിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചു. എല്ലാ ആപത്തുകളുടെ നടുവിലും
നിങ്ങളെ രക്ഷിക്കുന്ന നിങ്ങളുടെ ദൈവം ഞാനാകുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. നിങ്ങളൊരു രാജാവിനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ശരി, നിങ്ങൾ നിങ്ങളുടെ ഓരോ ഗോത്രങ്ങളും കുലം കുലമായി യഹോവയുടെ മുമ്പാകെ അണിനിരക്കുക. ഗോത്രങ്ങൾ ഓരോന്നോരോന്നായി മുന്നോട്ട് വരുവാൻ ശമൂവേൽ കൽപ്പിച്ചു. യഹോവ ബെന്യാമീൻ ഗോത്രത്തെ അതിൽ നിന്നും തിരഞ്ഞെടുത്തു. പിന്നെ ആ ഗോത്രത്തിലെ കുടുംബങ്ങൾ ഓരോന്നായി മുന്നോട്ട് വരുവാൻ പറഞ്ഞു. അതിൽ നിന്നും മത്രി കുടുംബത്തെ തിരഞ്ഞെടുത്തു. മത്രിയുടെ കുടുംബത്തിൽ നിന്നും കീശിൻ്റെ മകനായ ശൗലിൻ്റെ പേർ തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ ഇവിടെ 4 സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.